അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ സയ്യിദുൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇന്ന് നമ്മുടെ ക്ലാസ് ബാ വിവിധ അക്ഷരങ്ങളോട് ചേർത്ത് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം എന്നാണ്. എങ്ങനെയാണ് അത് എഴുതുക എന്ന് നമുക്ക് പഠിക്കാം. ബാ, താ, സാ ഈ അക്ഷരങ്ങളൊക്കെ, ഉദാഹരണം ബിത്ത് എഴുതുകയാണെങ്കിൽ ആദ്യത്തെ ബ എന്ന അക്ഷരം ചെറുതാക്കി താഇനെ വലുതാക്കിയായിട്ടാണ് എഴുതേണ്ടത്. രണ്ടും ഒരേ രൂപത്തിൽ എഴുതലല്ല, വ്യത്യസ്ത രൂപത്തിലാണ് എഴുതുക. താ ചെറുതാക്കി ബ വലുതാക്കിയിട്ട്. അതുപോലെ തന്നെ ബൈത്തുൻ എഴുതുമ്പോൾ അവിടെ 3 അക്ഷരമായി മാറി. അപ്പോൾ ബാ, യാ ഇത് രണ്ടും ബാ കുറച്ച് ചെറുപ്പത്തിൽ, നടുവിൽ വരുന്ന യാ അതിലും കുറച്ച് ചെറുതാക്കിയിട്ട് താ തുന്ന് വരുന്ന താ ഒന്ന് സാധാ രൂപത്തിൽ വലുപ്പത്തിൽ എഴുതേണ്ടതുമുണ്ട്. അതുപോലെ തന്നെ യസ്ബുത്തു, അവിടെ 4 അക്ഷരമാണ് വന്നിട്ടുള്ളത്. യാ, സാ, ബാ, താ. അപ്പോൾ യാ ചെറുപ്പത്തിൽ എഴുതുക, സാ അതിനെക്കാട്ടിൽ കുറച്ച് ചെറുതാക്കിയിട്ട് ബാഇൻ്റെ ഫസ്റ്റ് തല ഒന്ന് പൊക്കി എഴുതിയിട്ട് ഇപ്പുറത്തെ ലാസ്റ്റ് വായിൻ്റെ തല താഇൻ്റെ ചേർത്ത് എഴുതുമ്പോൾ താഇനെ കുറച്ച് വലുതാക്കി എഴുതണം. ബാ ചെറുതാക്കിയിട്ടും താ വലുതാക്കിയിട്ടും. എങ്ങനെയായാലും ആദ്യത്തെ അക്ഷരങ്ങൾ ചെറുതാക്കിയിട്ടും ലാസ്റ്റ് വരുന്ന അക്ഷരം വലുതാക്കിയിട്ടുമാണ് എഴുതേണ്ടത്. എല്ലാം ഒരേ രൂപത്തിൽ എഴുതൽ അറബി എഴുത്തിൻ്റെ ശൈലിയല്ല. നമ്മൾ പലപ്പോഴും എല്ലാവരും എഴുതുന്നത് എല്ലാ അക്ഷരം ഒരേ രൂപത്തിലേക്കാരം. ബൈത്തും എഴുതാണെങ്കിൽ ബാവും യാവും താവും ഒക്കെ ഒരേ വലുപ്പത്തിലേക്കാരം. അത് പലതും പല രൂപത്തിലാണ് എഴുതേണ്ടത്. എഴുത്തിൻ്റെ രൂപം നമ്മൾ പഠിക്കുമ്പോൾ ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ കാണാം ലാമിനും മറ്റും ഒരു ഹില്യത്ത് കൊടുക്കാറുണ്ട്. അത് കയ്യെഴുത്തിൽ വേണമെന്നില്ല. ഹില്യത്ത് എന്ന് പറയുമ്പോൾ യാഇൻ്റെ മുകളിൽ ഒരു ചെറിയ ഒരു കോണ് മോഡൽ കാണാം. അതിൻ്റെ ആവശ്യമില്ല. അത് എഴുത്തിൽ വേണമെന്നില്ല. അതൊരു മോഡലാണ്. അതുകൊണ്ട് ഇങ്ങനെ പല രൂപത്തിലും വരാറുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ബാഇനെ കുറിച്ചാണ് പറഞ്ഞത്. ബാ എഴുതുമ്പോൾ നമ്മൾ ഈ രൂപത്തിൽ തന്നെ എഴുതണം. ഒറ്റക്ക് ബാ എഴുതുമ്പോഴാണ് സാധാ ബാഇൻ്റെ വലുപ്പത്തിൽ എഴുതുക. അതുപോലെ സാധാ താഇൻ്റെ വലുപ്പത്തിൽ എഴുതുക. അതുപോലെ തന്നെ സാഇൻ്റെ വലുപ്പത്തിലൊക്കെ എഴുതുക. അതുപോലെ തന്നെ താമക്കും സാമക്കും ബാമക്കൊക്കെ നമ്മൾ അലിഫ് ചേർത്ത് എഴുതുമ്പോൾ ആ അലിഫ് വേറെ ആയിട്ട് തോന്നരുത്. ആ താമ തന്നെ കൊണ്ടുപോന്നിട്ട് അല്പം പൊക്കി എഴുതണം. ചില വിദ്യാർത്ഥികളൊക്കെ അതിനെ ബാഇനൊക്കെ നീട്ടുമ്പോൾ 2 തലയും ഒരേ മോഡൽ കാണാം. 2 തലയും ഒരേ വലുപ്പത്തിൽ, ഒരേ വലുപ്പം രൂപത്തിലായാൽ ആ താ നീട്ടൽ വായിക്കാൻ കഴിയൂല. അതുകൊണ്ട് ബാഇനെ നമ്മൾ പൊക്കി എഴുതുമ്പോൾ ഫസ്റ്റ് തല സാധാ ബാഇൻ്റെ തല വലുപ്പത്തിൽ, അലിഫ് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി പൊക്കി നിൽക്കണം. അതും തന്നെ ഓവറായിട്ട് നീട്ടിയാൽ അതും എഴുത്തിൻ്റെ രീതി തെറ്റിപ്പോകും. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ രൂപങ്ങൾ ബാഇനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ചെറുതാക്കി എഴുതേണ്ടതുണ്ട്, ലാസ്റ്റ് ആകുമ്പോൾ വലുതാക്കി എഴുതേണ്ടതുമുണ്ട്. എല്ലാം കാര്യങ്ങളും നല്ല രൂപത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞ്
ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിക്കണമെന്ന് വീണ്ടും വീണ്ടും ഉണർത്തി ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.